സുഹൃത്തുക്കളെ ഇതുവരെ മോഹൻലാൽ മിണ്ടിയില്ല 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 ഒളിച്ചോടി എന്നൊക്കെയുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കുറ്റമായി ആരോപിക്കപ്പെട്ടത്. ഇപ്പോൾ മിണ്ടിയപ്പോൾ മോഹൻലാൽ പറഞ്ഞതെല്ലാം വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് മറുപടി പറയാൻ അറിയില്ല, അദ്ദേഹം കൃത്യമായ മറുപടി പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആക്ഷേപങ്ങളാണ് നമ്മുടെ മുഖ്യധാരയുള്ള മാധ്യമങ്ങളടക്കം നടത്തുകയും ചെയ്തത്. മോഹൻലാൽ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാകാത്തവർ പലതുമുണ്ട്. ഒരു പരിധിവരെ ആ, എങ്ങനെയാണ് മോഹൻലാലിൻ്റെ വാചകങ്ങളെ മനസ്സിലാക്കേണ്ടത് എന്നുകൂടി ചിന്തിക്കുകയാണ് ഇവിടെ. തീർച്ചയായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് അദ്ദേഹം സ്വാഗതം ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒളിച്ചോടിയൊന്നുമല്ല, ഭാര്യ ആശുപത്രിയിലായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തിന് രാജിവെച്ചു എന്ന് ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറഞ്ഞത് മലയാള സിനിമ മുഴുവനാണ് അതിന് മറുപടി പറയേണ്ടത്. എന്തിനും ഏതിനും അമ്മയെ കുറ്റപ്പെടുത്തുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. തലമുതിർന്ന ആളുകളും അഭിഭാഷകരും ഒക്കെ ആയിട്ട് താൻ സംസാരിച്ചിരുന്നു. ഇതിൽ പരം എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒരു ഇൻഡസ്ട്രി ആകെ തകർന്നു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുകൂടി മോഹൻലാൽ ചൂണ്ടിക്കാട്ടുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ, ഒരുപാട് പേർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇൻഡസ്ട്രിയാണ്. കുറ്റം ചെയ്തവരുടെ പിന്നാലെ പോലീസുണ്ട്. കോടതിയിലെത്തുന്ന കാര്യമാണ്. ആണോ എന്തെങ്കിലും ഒരു വിഷയം അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പ്രശ്നമാണ് എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. ഒരു ഇൻഡസ്ട്രി നിശ്ചലമായി പോകുന്ന അവസ്ഥയാണ് എന്ന് തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. സംഘടനയിൽ തന്നെ തെറ്റിദ്ധാരണകളും വിയോജിപ്പുകളും പലരും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. ശരിയായിട്ടില്ല എന്ന് പറയുന്നവർ മുന്നോട്ട് വരട്ടെ, അവർ മത്സരിക്കട്ടെ, സ്ഥാനങ്ങളിൽ എത്തട്ടെ എന്നുകൂടി മോഹൻലാൽ പറയുകയാണ്. കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഷോകൾ തന്നിട്ടുള്ളത് മീഡിയകളാണ്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടായേക്കാം, പരാതിയുള്ളവർക്ക് പോലീസിനെയും സമീപിക്കാം. മറ്റു ഭാഷകളിൽ നിന്നടക്കം വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. ശരിയായ നിയമം എല്ലാവർക്കും ലഭ്യമാകണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നുകൂടി അദ്ദേഹം പറയുകയാണ്. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അസോസിയേഷൻ ഉണ്ടാകണം. ഇപ്പോൾ പല ഏജൻസികളെയുമാണ് സമീപിക്കുന്നത്. പോലീസിൻ്റെ കാര്യം പോലീസാണ് തീരുമാനിക്കുന്നത്. റിപ്പോർട്ടിൽ അന്വേഷണം വേണ്ട എന്ന് താൻ പറയുമോ, അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത് എന്നൊക്കെ മറു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് മോഹൻലാൽ ആകെ മൊത്തം ഈ റിപ്പോർട്ടിനെ സമീപിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതുവരെ ഞങ്ങളെ നിങ്ങൾക്കറിയില്ലേ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് അന്യരായി മാറുന്നത് എന്ന ചോദ്യവും മോഹൻലാൽ ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മാധ്യമങ്ങളായിക്കോട്ടെ സാധാരണക്കാരായിക്കോട്ടെ രാഷ്ട്രീയ നേതാക്കളെ കണ്ടുകൊണ്ടാണ് പല താരങ്ങളെയും വിലയിരുത്തുന്നത്. വെള്ളിത്തിരയിലെ സിനിമയിൽ തിരക്കഥാകൃത്ത് എഴുതുന്ന ഡയലോഗുകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന താരങ്ങളെയാണ് കണ്ടിട്ടുള്ളത്. അവർക്ക് പലർക്കും ഈ ഡയലോഗുകൾ പ്രോംപ്റ്റ് ചെയ്ത് പറയാൻ അറിയാം എന്നുള്ളതിനപ്പുറത്തേക്ക് വ്യക്തമായി ചില വിഷയത്തിൽ അതിശക്തമായ നിലപാടുകൾ പറയാനോ അല്ലെങ്കിൽ അത് എടുക്കാനോ പൊതുവെ പലർക്കും കഴിയാറില്ല എന്നുള്ളതാണ്. പൃഥ്വിരാജിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് പല കാര്യങ്ങളും ബുദ്ധിപരമായി എങ്ങനെ അവതരിപ്പിക്കണം എന്നറിയാം. ജഗദീഷിൻ്റെ കാര്യത്തിൽ ജഗദീഷിനെതിരെ താരങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആദ്യം പ്രതികരിക്കാമെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ അതിനെ എതിർത്ത ആളാണ് ജഗദീഷ്. പക്ഷേ പിന്നീട് വന്നിട്ട് ജഗദീഷ് മറ്റൊരു നിലപാട് പറയുന്നു. ജഗദീഷ് കുറച്ച് രാഷ്ട്രീയം കളിച്ചുകൂടി പരിചയമുള്ള ആളാണ്. ഒരു പരിധിവരെ ജഗദീഷ് ആ രാഷ്ട്രീയത്തിൻ്റെ ഇതിൽ നിന്നുകൊണ്ടായിരിക്കും തൻ്റെ നിലപാട് മാറ്റി പലരും ചൂണ്ടിക്കാട്ടിയതാണ് കയ്യടി വാങ്ങാൻ വേണ്ടിയുള്ള പ്രസ്താവന നടത്തി എന്നുള്ളതാണ്. മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയൊരു കാര്യത്തിൽ ഇതിങ്ങനെയുണ്ടോ, ഇതിങ്ങനെയാണ് എന്ന് പറയേണ്ട ആൾ മോഹൻലാലാണോ, അമ്മ സംഘടനയാണോ? ഇത് തന്നെയാണ് ചോദിക്കാനുള്ള ചോദ്യം. യഥാർത്ഥത്തിൽ ഇതിൽ നടപടി എടുക്കേണ്ടത് ആരാണ്? ഇവിടുത്തെ നിയമ സംവിധാനങ്ങളാണ്. ഈ സ്ത്രീകൾ പരാതി പറയേണ്ടത് വൈകി പറയാൻ പാടില്ല എന്നല്ല, പക്ഷേ അവർക്ക് ദുരിതമുണ്ടായ സമയത്ത്, ദുരന്തങ്ങളുണ്ടായ സമയത്ത് അവർ പറഞ്ഞില്ല എന്നുള്ളത് ഈ കേസ് അന്വേഷണത്തിലടക്കം വളരെ നിർണായകമായ പ്രതിസന്ധിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും പരാതി പറയാത്ത പലരുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ട് പറയുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. പക്ഷേ അതിലും നടപടിയെടുക്കേണ്ട അമ്മയ്ക്ക് പരമാവധി എന്താണ് ചെയ്യാൻ പറ്റുക? അവരെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്താൻ, അവരെ രാജിവെപ്പിക്കാൻ കഴിയും. സിനിമ അഭിനയിക്കരുത് എന്ന് പോലും യഥാർത്ഥത്തിൽ ഒരു സംഘടനയ്ക്കും ഒരു കുറ്റാരോപിതൻ്റെ കാര്യത്തിൽ പറയാൻ സാധിക്കുമോ?
കാരണം അവിടെ രഞ്ജി പണിക്കർ പറഞ്ഞു തന്നെയാണ്, നിങ്ങൾക്ക് അയാളെ ബഹിഷ്കരിക്കാം, അയാളെ വേണ്ടെന്നൊക്കെ വെക്കാം, പക്ഷെ അയാളെ ഈ രാജ്യത്ത് നിന്ന് മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇവരെല്ലാവരും ഒരു പരിധിവരെ ഇത്തരം ക്രൈമുകൾ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ ഇവരെല്ലാം കുറ്റാരോപിതരാണ് നിലവിൽ എന്നത് ഒരാളെയും നിങ്ങളാര ജഡ്ജിയാണോ എന്ന് ചോദിക്കാൻ ജോജി സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ കഥാപാത്രം പറയുന്നല്ലോ, ഓ താനാണല്ലോ ജഡ്ജി എന്ന് പറയുന്നത് പോലെയാണ് ഫലത്തിൽ എല്ലാവരും ജഡ്ജികളായി മാറുന്നു എന്നുള്ളതാണ്. തങ്ങളാരും കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇവരെ എല്ലാവരെയും വിധി എഴുതാൻ തയ്യാറാകുന്നത്. പല ക്രെഡിബിൾ അല്ലാത്ത ആരോപണങ്ങളും ഇതിനകം തന്നെ ഉന്നയിച്ചത് നിങ്ങൾ കണ്ടു. പലരും പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോലും പല നിലയിലും ഉയർന്നു വരുന്നതും അത് പൊളിഞ്ഞു പോയതും ഒക്കെ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതെല്ലാം വളരെ ക്രെഡിബിളായി ഉയർത്തി കാണിച്ചുകൊണ്ട് സിനിമാ മേഖല ഒന്നാകെ ഇങ്ങനെയാണ്, പവർ ലോ ഇതിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ ഏത് മേഖലയിലാണ് ഈ പവർ ഗ്രൂപ്പ് ഇല്ലാത്തത്? രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പല്ലേ പവർ അധികാരം കൈയിടുന്നതും അവർക്കിഷ്ടപ്പെട്ടവർക്കല്ലേ കാര്യങ്ങൾ കൊടുക്കുന്നത്? ഓരോ ജോലിയിലും ഓരോ ഓഫീസിലും എന്താണ് സംഭവിക്കുന്നത്, മാധ്യമ മേഖലയിലടക്കം എന്താണ് സംഭവിക്കുന്നത്, എല്ലായിടത്തും ഇതൊരു വളരെ സ്വാഭാവികമാണ്. അത് ഏറ്റവും അധികാരമുള്ള ഒരാളുടെ ചുറ്റിപ്പറ്റി നിന്നുകൊണ്ട് അവർ നിയന്ത്രിക്കും ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ ആകണം. ഒരു ഓഫീസിൽ, സാധാരണ ഓഫീസിൽ പ്രൊമോഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഇത് വളരെ സ്വാഭാവികമാണ്. സർക്കാർ സംവിധാനമല്ല, സർക്കാർ സംവിധാനമാണെങ്കിൽ അതിനൊരു മാനദണ്ഡമുണ്ട് എന്ന് കൃത്യമായി പറയാം. മറ്റ് പലയിടത്തുള്ള മാനദണ്ഡങ്ങൾ സ്വാഭാവികമായി അട്ടിമറിക്കപ്പെടുന്നതാണ്. സിനിമയിലും അതുണ്ട്. അതിനപ്പുറത്തേക്ക് സിനിമയിൽ ഇത്തരം ചൂഷണങ്ങൾക്ക് കുറച്ചുകൂടെ സാഹചര്യമുണ്ട്. പക്ഷെ പരാതിപ്പെടാൻ ഇപ്പോഴും റിയലി റേപ്പ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട, ഉപയോഗിക്കപ്പെട്ട എത്ര സ്ത്രീകൾ പരാതി പറഞ്ഞിട്ടുണ്ട്? ഇതെല്ലാം അവിടുത്തെ ഒരു ദൗർബല്യമായി ഇന്ന് തുടരുന്നുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം തുടരുന്നുണ്ട്, നാളെയും അത് തുടരും. കാരണം ഇങ്ങനെയൊന്നും വഴങ്ങിയില്ലെങ്കിൽ ചോദിക്കുകയൊന്നും വേണ്ട. ഇങ്ങനെ വഴങ്ങാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നാളെ അവരെ സിനിമയിൽ വിളിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എല്ലാവരും വഴങ്ങുന്നവരല്ല, എല്ലാവർക്കും ഇത് വേണ്ടവരുമല്ല. അതല്ലാതുള്ള ഒരുപാട് താരങ്ങളും വനിതാ താരങ്ങളും പുരുഷ താരങ്ങളും ഒക്കെ ഈ ഇൻഡസ്ട്രിയിലുണ്ട്. എല്ലാവരും ഉള്ളത് കൂടിയാണ് ഇൻഡസ്ട്രി. അപ്പോൾ ആരെങ്കിലും നമ്മൾ ഒരാളെ മാത്രം കുറ്റപ്പെടുത്തി പറയാൻ കഴിയില്ല. പക്ഷേ മോഹൻലാലിന് പറ്റിയത് യഥാർത്ഥത്തിൽ മോഹൻലാൽ വളരെ നിഷ്കളങ്കനാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വളരെ സ്നേഹത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് ഞങ്ങളെ അറിയില്ലേ എന്ന് ചോദിച്ചത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ട്രോളുകൾക്ക് വിധേയനാകുന്നത് ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതായത് ഏകപക്ഷീയമായി മാധ്യമങ്ങളും സാധാരണ സോഷ്യൽ മീഡിയയിലുള്ളവരും പിന്നെ ചിലർ മോഹൻലാലിനെയും സുരേഷ് ഗോപിയൊക്കെ പ്രത്യേകം അറ്റാക്ക് ചെയ്യുന്ന ചില മനുഷ്യരുണ്ട്. അക്കൂട്ടരും ചേർന്ന് അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാനുള്ളത്. ശരി, ഇനി മമ്മൂട്ടി വരട്ടെ, മമ്മൂട്ടി കൂടി നിലപാട് പറയട്ടെ. അദ്ദേഹം കുറച്ചുകൂടി സ്ട്രോങ് ആയി നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ആളാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് കയ്യടി കിട്ടാൻ സാധ്യതയുണ്ട്. കയ്യടിയാണ് കിട്ടുന്നതാണ് യഥാർത്ഥത്തിലുള്ള സത്യസന്ധമായ നിലപാട് എന്ന് കരുതുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത്? മോഹൻലാലാണോ കോടതി, മോഹൻലാലാണോ പോലീസ്, മോഹൻലാലാണോ വിധി പറയേണ്ടത്? കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം. നന്ദി.